ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 7 ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് എങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നല്ല റീച്ചിലോട്ട് എത്തിക്കാം. വ്യൂസ് കൂട്ടി, വാച്ച് അവർ കൂട്ടി നല്ല റീച്ചിൽ നമ്മളെ യൂട്യൂബ് എങ്ങനെ ഏതൊക്കെ സെറ്റിങ്സ് യൂസ് ചെയ്ത് പലർക്കും അറിയാവുന്നതുമാണ്, അറിഞ്ഞുകൂടാത്തതാണ്. അത് ശരിയായുള്ള രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ തരാനാണ് ഞാൻ. കൺഫേം ആയിട്ടൊരു കാര്യം പറയാം, ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഇതേപോലെ യൂസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ലൊരു ഗ്രോത്തിലോട്ട് എത്തുന്നതായിരിക്കും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ വീഡിയോ വലിച്ചു നീട്ടാതെ തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, മെയിനായിട്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ നമ്മൾ എന്തായാലും തുടങ്ങി, വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷേ മിക്ക പേരും അതിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അതായത് മിസ്റ്റേക്കല്ല അതിനെ പറയുന്നത്, മെയിനായിട്ട് അവർ യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന 7 ടിപ്സ്, ഈ 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലും നല്ലൊരു റീച്ചിലേക്ക് എത്തുന്നതായിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തമ്പനെയിലാണ്. നല്ല രീതിയിലുള്ള തമ്പനെയിൽ, നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽ. അത് നമുക്ക് പല സൈറ്റ് നമുക്കിപ്പോൾ ഉണ്ട്. ആപ്പ് അവൈലബിൾ ആണ്. ഇൻഷോട്ടിൽ ചെയ്യാം, വീഡിയോ ഗുരു ആപ്പിൽ ചെയ്യാം, ക്യാൻവ, അങ്ങനെ പറയുന്ന ഒത്തിരി ആപ്സ് ഉണ്ട് നമ്മുടെ ഫോണിൽ തന്നെ, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് തമ്പനെയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള വേർഡ്സും ഫേസിൻ്റെ ഇതുമെല്ലാം കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊരു തമ്പനെയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ ടിപ്പാണ്, ഫസ്റ്റ് ടിപ്പാണ്. ദെൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ കംപ്ലീറ്റ് ആയി നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതാണ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ. ഈ എൻഡ് സ്ക്രീനിൽ നമ്മൾ വീഡിയോസിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓഡിയൻസിന് അതൊരു ക്രൈറ്റീരിയ, അവർക്കതൊന്ന് എടുത്ത് കാണാൻ തോന്നും. നമ്മുടെ തമ്പനെയിലും കൂടെ സൂപ്പർ ആണെങ്കിൽ അവർ ആ എൻഡ് എത്തുമ്പോഴത്തേക്കും, നമ്മുടെ എൻഡ് സ്ക്രീന് വരപ്പം അവരെന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്യും, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വ്യൂസ് കൂടും, നമ്മുടെ ചാനൽ റീച്ച് ആവാൻ സഹായിക്കും. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പനെയിലാണ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഐ ബട്ടണാണ്. അതായത് നമ്മളിങ്ങനെ ഒരു വീഡിയോയെ പറ്റി പറയും. ബിക്കോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു കുക്കിംഗ് ചാനലാണെന്ന് വെച്ചോ. കുക്കിങ്ങിനെ പറ്റി ഇങ്ങനെ ഒരു ഫിഷ് കറി, നല്ലൊരു നെമ്മീൻ കറി എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐ ബട്ടണിൽ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും ഐ ബട്ടണിൽ നല്ല കിടിലം മന്തി എങ്ങനെ വെക്കണം, അങ്ങനത്തെ ഒരു ഐഡിയാസൊക്കെ ഉള്ള ഒരു ഐക്കൺ കാണുമ്പോഴത്തേക്കും അതൊന്ന് നോക്കിക്കളയാമെന്നാണ് നമ്മൾ. അല്ലെങ്കിൽ നല്ലൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ നമ്മൾ എന്തായാലും ഐ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അതുവഴിയും നമുക്ക് റീച്ച് കൂട്ടാം, നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? തമ്പനെയിലാണ് ഞാൻ ഫസ്റ്റ് വൺ പറഞ്ഞത്. സെക്കൻഡ് എൻഡ് സ്ക്രീനാണ്. തേർഡ് ഐ ബട്ടണാണ്. ഇനി നമ്മൾ ഫോർത്ത് വണ്ണിലോട്ടാണ് പോകുന്നത്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ എല്ലാവരുടെ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനുണ്ട്. രണ്ട് രീതിയിൽ ഡിസ്ക്രിപ്ഷനുണ്ട്. ഒന്ന്, സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. അത് ഏത് വീഡിയോസ് നമ്മൾ ഇട്ടാലും അത് ഓട്ടോമാറ്റിക്കലി ആ ഡിസ്ക്രിപ്ഷൻ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലർ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും, ചിലർ ക്രാഫ്റ്റ് വീഡിയോ, ചിലർ കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും ഒരേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അപ്പോഴപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ആണെങ്കിൽ നമ്മൾ #ഹാഷ് ഇട്ടിട്ട് നമ്മൾ കുക്കിംഗ്, പിന്നെ എന്താണ് ഫിഷ് കറി, അല്ലെങ്കിൽ കേക്ക് പുഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടിടും. അപ്പോൾ യൂട്യൂബ് ഐഡിയാസ് ആണെങ്കിൽ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് #, കൊടുക്കും. അതാണ് ഡിസ്ക്രിപ്ഷൻ. അടുത്ത ഫോർത്ത് വൺ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് വണ്ണാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ക്യാപ്ഷനാണ്. നമ്മൾ വീഡിയോ കൊടുത്തപ്പോൾ ക്യാപ്ഷൻ, നമ്മൾ ക്യാപ്ഷൻ കാണുമ്പോഴാണ് ആൾക്കാർ തമ്പനെയിലും ക്യാപ്ഷനായിട്ട് മെയിനായിട്ട് എല്ലാവരും പെട്ടെന്ന് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്ഷൻ നമ്മൾ നല്ല അടിപൊളി, നിങ്ങളും വായോ ഈ മീൻ കറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളും വായോ ഈ നമ്മുടെ പുത്തൻ ഒരു നമ്മൾ ട്രാവൽ വീഡിയോ ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഹായ് അടിപൊളി സ്ഥലം, എല്ലാവരും കാണേണ്ട സ്ഥലമാണ്, അല്ലെങ്കിൽ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും അതെന്തായാലും എടുത്ത് നോക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പം ക്യാപ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പം തമ്പനെയിൽ പറഞ്ഞു, എൻഡ് സ്ക്രീൻ പറഞ്ഞു, ഐ ബട്ടൺ പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, ക്യാപ്ഷൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ #ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് #ആണ്. ഈ #എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ പറഞ്ഞ കണക്കിന് തന്നെ ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്, യൂട്യൂബ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡിങ്, വൈറൽ വീഡിയോ ഇങ്ങനത്തെ ഹാഷ്ടാഗ്സ് നമ്മളെ മിക്ക വീഡിയോസിൻ്റെ താഴെയും കൊടുത്താൽ അതുവഴി, അതായത് എൻ്റർടൈൻമെൻറ്റ്, കോമഡി ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വ്യൂസ് അതുവഴി നമുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹാഷ്ടാഗായി. പിന്നീട് നമ്മൾ അലോ എംബഡിങ് ഇത് സെറ്റിംഗ് ആണ്. ഈ സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മൾ ഗൂഗിൾ വഴി YT സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റിങ്സിൽ അലോ എംബഡിങ് ഓണാക്കാം, ഓഫാക്കാം. ഓഫാക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് വാട്സപ്പ് വഴി നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോൾ അവർ ഓണാക്കുമ്പോൾ എന്തായാലും നമ്മുടെ വ്യൂസ് കയറണമെന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നത്. അതെന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വ്യൂസ് കൂടും. അതേസമയം അലോ എംബഡിങ് ഓഫ് ചെയ്യാതെ ഓണാക്കിയിട്ടിരുന്നാൽ എത്ര തവണ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഷെയർ കൊടുത്താലും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും വാട്സപ്പിലൂടെ അവരെ ഓണാക്കുമ്പോഴത്തേക്കും നമുക്ക് അവരിനി എത്ര തവണ അത് കണ്ടിരുന്നാൽ പോലും നമുക്ക് വ്യൂസ് കയറത്തില്ല. ഇത് മിക്ക പേർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങൾ: തമ്പനെയിൽ, ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻഡ് സ്ക്രീന്, ക്യാപ്ഷൻ, പിന്നെ എന്താണ് ഹാഷ്ടാഗ്, ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അലോ എംബഡിങ്. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്കും നിങ്ങളെ ചാനൽ നല്ല രീതിയിൽ വൈറലാവാനും അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ ചാനൽ എത്തുവാനും സഹായിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്.